മനസ്സിലെടുക്കുന്ന ഏത് കഥാപാത്രങ്ങളും അനായാസം കൈകാര്യം ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി. ഏറ്റവും ഒടുവിൽ ടർബോ എന്ന ആക്ഷൻ പടവും പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത്. മുൻ വർഷങ്ങളിലും ഗംഭീരമായ സിനിമകളിലൂടെ തിയേറ്ററുകളിൽ നിറഞ്ഞ് രാജ്യാന്തര തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ. നവാഗത സംവിധായകർക്ക് അവസരം കൊടുക്കുന്നത് പോലെ തന്നെ പരീക്ഷണ ചിത്രങ്ങളുടെ ഭാഗമാകുന്ന സൂപ്പർ താരം കൂടിയാണ് മമ്മൂട്ടി. അത്തരത്തിൽ മമ്മൂട്ടിയുടെ ചില സിനിമകളെ പറ്റി ആരാധകർക്കിടയിൽ നടക്കുന്ന ചർച്ച ശ്രദ്ധേയമാവുകയാണ്. മമ്മൂട്ടിയുടെ എനർജി ലെവലിനെ പറ്റി ഒരാൾ എഴുതിയ കുറിപ്പാണിപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ വൈറലാകുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഒരു സിനിമയിലെ സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പെർഫോമൻസിൽ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു ഫാക്ടറാണ് കഥാപാത്രത്തിന്റെ എനർജി ലെവൽ. ഉദാഹരണത്തിന്, കയ്യൊപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്ന നിഷ്കളങ്കനും സാധുവുമായ എഴുത്തുകാരൻ്റെ സ്വഭാവവും മാനസിക വ്യാപാരങ്ങളും ഒക്കെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുമ്പോഴും മമ്മൂട്ടി വളരെ സിമ്പിളായി ആയാസരഹിതമായി അദ്ദേഹത്തിൻ്റെ രീതിയിൽ അഭിനയിച്ചിരിക്കുകയാണെന്ന് തോന്നാം. എന്നാൽ കയ്യൊപ്പ് ഇറങ്ങിയ വർഷം തന്നെ റിലീസായ സിനിമയാണ് നസ്രാണി. ബാലചന്ദ്രനും ഡേവിഡ് ജോണും തമ്മിൽ വസ്ത്രധാരണത്തിലും ശൈലിയിലും ഭാഷയിലും സംസാര ശൈലിയിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകും. പക്ഷേ അതാത് സിനിമകൾ കാണുമ്പോൾ നമുക്ക് പ്രകടമായി തിരിച്ചറിയാത്ത വ്യത്യാസം കഥാപാത്രത്തിന്റെ എനർജി ലെവലാണ്. ഒരു നടൻ കഥാപാത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ എനർജി ലെവൽ കൂടിയാണ്. ഭാസ്കർ ദ റാസ്കൽ ഇറങ്ങിയ സമയത്ത് ഏതോ ഒരു FM ചാനലിൽ മമ്മൂക്ക കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക കഥാപാത്രത്തിന്റെ ഈ എനർജി ലെവൽ എന്ന ഫാക്ടറിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ അങ്ങനെ ഒരു ബോധപൂർവമായ ഫാക്ടർ കൂടി പരിഗണിക്കുന്നുണ്ടെന്നത് ശ്രദ്ധിച്ചത്. ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അത്രത്തോളം വിശ്വസനീയമായി നമുക്ക് അനുഭവപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് മമ്മൂട്ടിയുടെ സ്വയം ഒതുക്കി നിർത്തിയ ആ ശരീരഭാഷയാണ്. സമപ്രായക്കാരനായ കഥാപാത്രം ആയിരിക്കാമെങ്കിലും ഡേവിഡ് ജോണിന്റെ ചടുലമായ ശരീരഭാഷയും എനർജി ലെവലും ബാലചന്ദ്രന് ആവശ്യമില്ല എന്നതാണ്. ഉദാഹരണമായി ഈ രണ്ട് കഥാപാത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓരോ സിനിമകളും ചെയ്യുമ്പോഴും അദ്ദേഹം ഈ ഒരു ഫാക്ടറും പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിലീസുകളായ ഭ്രമയുഗവും ടർബോയും എടുത്താലും ഇത് തന്നെ കാണാം. കയ്യൊപ്പിലെ സീനുകൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇതെല്ലാം എഴുതാൻ കാരണം. ഒരു സിനിമാറ്റിക് ഗിമ്മിക്കുകളും ഇല്ലാതെ തിരക്കഥയുടെയും കഥാപാത്രങ്ങളുടെയും പെർഫോമൻസിന്റെയും ബലത്തിൽ ഒരു സിനിമ മനസ്സിൽ കയറുന്ന പ്യൂറസ്റ്റ് ഫോം ഓഫ് ദിസ് മീഡിയം കോൾഡ് സിനിമ. മമ്മൂക്ക രഞ്ജിത്തിനോട് അങ്ങോട്ട് ഓഫർ ചെയ്ത് അഭിനയിച്ച പടമാണ്. അഹമ്മദ് ഹാജിയും ഷൺമുഖനും പ്രാഞ്ചിയേട്ടനും ഒക്കെ പോലെ ആഘോഷിക്കപ്പെട്ട കഥാപാത്രങ്ങൾ. കൂടാതെ അത്ര സ്വീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സിനിമകളിൽ പോലും മാത്തുക്കുട്ടിയും ബാവൂട്ടിയും നിത്യാനന്ദ ഷേണായും ഒക്കെ പോലെ മമ്മൂക്കയ്ക്ക് പ്രിയപ്പെട്ട വിഷയമായ ക്യാരക്ടർ ഐഡന്റിറ്റിയിൽ ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ ആരാധകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളും വ്യത്യസ്തത നിറഞ്ഞവയാണ്. ഇവയിൽ ചിലത് പരീക്ഷണ ചിത്രങ്ങളുമാണ്. ഡിനോ ഡെന്നിസ് ഒരുക്കുന്ന ബസൂക്കയാണ് റിലീസിനൊരുങ്ങുന്ന സിനിമ. വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. സെപ്റ്റംബറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഗൗതം വാസുദേവ് സിനിമയിലാണ് ഇപ്പോൾ താരം അഭിനയിക്കുന്നത്. അതിനുശേഷം മഹേഷ് നാരായണൻ ചിത്രത്തിലും മമ്മൂട്ടി ജോയിൻ ചെയ്യും. ഒപ്പം കൃഷാന്തിനൊപ്പം ഒരു ടൈം ട്രാവൽ സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.